ന്യൂസിലാൻഡിനെതിരായ സ്വന്തം നാട്ടിൽ തോൽവിക്ക് ശേഷം ഇപ്പോൾ ഓസ്ട്രേലിയയിലും നടക്കുന്ന പ്രധാന മത്സരത്തിൽ തോൽവിയേറ്റതോടുകൂടി ഇന്ത്യൻ ടീമിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ ഈ ആവശ്യം സഞ്ജു സാംസണ് ലോട്ടറിയാകുമോ? ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ഇപ്പോൾ 1-1 എന്ന നിലയിലാണ്. ആദ്യ മത്സരം പെർത്തിൽ ഇന്ത്യ 295 റൺസ് വിജയം നേടിയപ്പോൾ രണ്ടാം മത്സരം 10 വിക്കറ്റിന്റെ വമ്പൻ പരാജയമായി മാറി. രണ്ടാം മത്സരത്തിലെ ദയനീയ തോൽവി ഇപ്പോൾ വൻ വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. പുതുമുഖ താരമായ നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ് രണ്ട് ഇന്നിംഗ്സുകളിലും പൊരുതിയ ഏക ബാറ്റർ. സമീപകാലത്തെ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര സ്ഥിരതയുള്ളതല്ല. ഓസ്ട്രേലിയൻ ബൗളർമാർക്കെതിരെ പേടിച്ച് ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ചോദിച്ചു വാങ്ങിയ തോൽവിയാണിത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മാറ്റം വരുത്തണമെന്നാണ് മുൻ താരങ്ങളും പ്രമുഖ ക്രിക്കറ്റ് വിദഗ്ധരും പറയുന്നത്. ടെസ്റ്റിൽ ഇന്ത്യയുടെ കളിയുടെ ഗതി പെട്ടെന്ന് മാറ്റുന്ന താരങ്ങളെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു താരമാണ് മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ. സമീപകാലത്തെ സ്വപ്നതുല്യമായ ഫോമിലൂടെയാണ് സഞ്ജു കടന്നു പോകുന്നത്. T20യിലും ODIയിലും മികവുണ്ടെന്ന് സഞ്ജു തെളിയിച്ചു. വീരേന്ദ്ര സേവാഗിനെ പോലെ ടെസ്റ്റിലും ഒരു വെടിക്കേറ്റ് ബാറ്റ്സ്മാൻ ആകാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് പ്രമുഖ ക്രിക്കറ്റ് കോച്ച് ബിജു ജോർജ് അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ഡൊമസ്റ്റിക് മാച്ചായ ദുലീപ് ട്രോഫിയിലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. ടെസ്റ്റ് കളിക്കുന്നത് വലിയ ആഗ്രഹമെന്ന് സഞ്ജു മുൻപും പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിനെ പോലെ ഉള്ള മറ്റൊരു താരമാണ് തിലക് വർമ്മ. 22 വയസ്സുള്ള ഈ താരം ഈയിടെയായി ഇന്റർനാഷണലിലും ഡൊമസ്റ്റിക് മത്സരങ്ങളിലും മധ്യനിരയിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 18 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 1204 റൺസ് അദ്ദേഹം അടിച്ചിരുന്നു. നിലവിലെ T20 ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ടെസ്റ്റ് ക്രിക്കറ്റിൽ വീണ്ടും പരിഗണിക്കാനാവുന്ന താരമെന്നാണ് പ്രമുഖർ പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ സ്കൈക്ക് സാധിക്കും. ഇവരെ പല താരങ്ങൾക്കും പകരം ഇപ്പോൾ ടെസ്റ്റിൽ പരീക്ഷിക്കാവുന്നതാണ്.